1969 ഓഗസ്റ്റ് മാസം 8 ലോസ് ഏഞ്ചൽസ് USA. ലോസ് ഏഞ്ചൽസിൽ ഒരു ആഡംബര ബംഗ്ലാവിൽ ഒരു ദമ്പതികൾ വളരെ സന്തോഷകരമായി ജീവിച്ചു. ആഡംബര ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അവർ സാധാരണ ആളുകളെ പോലെ ആയിരുന്നില്ല. 1960കളിൽ ഹോളിവുഡിൽ പ്രശസ്തരായ ഡയറക്ടർ റോമൻ പോളൻസ്കിയും അവരുടെ ഭാര്യ നടിയായ ഷാരോൺ ടേറ്റ് പണം, പ്രശസ്തി, സിനിമ അവസരങ്ങൾ എല്ലാം കൈവശം വെച്ച് ജീവിതം വളരെ സന്തോഷകരമായി പോവുകയായിരുന്നു. പക്ഷേ ഒരു ചെറിയ പിഴവ് കൊണ്ട് അവരുടെ ജീവിതം പൂർണ്ണമായും മാറി. ആ ദിവസമായിരുന്നു എല്ലാവരും ഭയപ്പെട്ട ആ ദിവസം. 1969 ഓഗസ്റ്റ് മാസം 8 ഷാരോൺ ടേറ്റ് ആ സമയം 8 മാസം ഗർഭിണിയായിരുന്നു. അവളുടെ സന്തോഷം അടുത്ത സുഹൃത്തുക്കളുമായി പങ്കിടാൻ വീട്ടിൽ ചെറിയൊരു ഗെറ്റ് ടുഗദർ പാർട്ടി സംഘടിപ്പിച്ചു. പാർട്ടിയിൽ ഡാൻസ് ചെയ്തും മ്യൂസിക് ആസ്വദിച്ച എല്ലാവരും അത്ഭുതകരമായി ക്രൂരമായി കൊല്ലപ്പെട്ടു. അടുത്ത ദിവസം ജോലി ചെയ്യാൻ വീട്ടിലെത്തിയ ജോലിക്കാരി കണ്ടത് ആ വീടിനുള്ളിൽ മൃതദേഹങ്ങൾ കിടക്കുന്നതായിരുന്നു. ഭയന്നുപോയവർ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് ആ ക്രൈം സീനിലെത്തിയപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു വിചിത്രമായ കാര്യം കണ്ടു. ഇത് അവരെ വലിയ സംശയത്തിലാക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ രാത്രി ആ പാർട്ടിയിൽ ഷാരോൺ ഉൾപ്പെടെ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 5 പേര് മരിച്ചത് കൊണ്ട് തന്നെ ഇവർക്കിടയിൽ എന്തെങ്കിലും തർക്കമുണ്ടായി പരസ്പരം അടിച്ചു മരിച്ചതാണോ, അല്ലെങ്കിൽ ഇവരല്ലാതെ മറ്റേതെങ്കിലും ഒരു വ്യക്തി ഇവിടേക്ക് വന്ന് ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നവരെല്ലാം കൊന്നിട്ട് രക്ഷപ്പെട്ടോ? ഇതൊന്നും പോലീസുകാർക്ക് മനസ്സിലായില്ല. പോലീസ് അങ്ങനെ വീട്ടിൽ കണ്ട വിചിത്രമായ കാര്യം എന്താണ്? ഷാരോണിന്റെ ജീവിതം തന്നെ അവസാനിക്കാൻ കാരണമായ ആ ചെറിയ തെറ്റ് എന്താണ്? ഈ ക്രൂര കൊലപാതകങ്ങൾക്ക് ആരാണ് കാരണം? 1969കളിൽ അമേരിക്കയെ തന്നെ വിറപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ക്രൈം സീനിലെത്തിയ പോലീസ് ഓഫീസർ ഷാരോന്റെ ഭർത്താവ് റോമൻ അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചു. ആ സമയത്ത് അവർക്ക് മനസ്സിലായത് അയാളെ വീട്ടിലെന്നല്ല, ആ രാജ്യത്തെ ഇല്ലായിരുന്നു. എന്തോ ജോലി ആവശ്യത്തിനായി ഫ്രാൻസിലേക്ക് പോയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ പോലീസ് റോമനെ വിവരം അറിയിച്ചു. ലോസ് ഏഞ്ചൽസിലേക്ക് പെട്ടെന്ന് തന്നെ വരാൻ ആവശ്യപ്പെട്ടു. പോലീസുകാർക്ക് തുടക്കം മുതലേ റോമനിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. അതിനും കാരണമുണ്ട്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ഒരു കേസ് ഇയാളുടെ പേരിൽ ഉണ്ടായിരുന്നു. അതിന് അയാൾ കോടതിയിൽ പോലും ഹാജരായിട്ടില്ല. അതിനാൽ ഇതിനകം തന്നെ തെറ്റ് ചെയ്ത ഒരാളിൽ സംശയം വരുന്നത് സാധാരണമാണല്ലോ. റോമൻ തന്റെ ഭാര്യയുടെ മരണത്തെക്കുറിച്ച് കേട്ടതോടെ തൽക്ഷണം ലോസ് ഏഞ്ചൽസിലേക്ക് എത്തി. പോലീസും വളരെ ഗൗരവമായി അന്വേഷണം ആരംഭിച്ചു. അവനെ ചോദ്യം ചെയ്തപ്പോൾ അവന് പറയാൻ കാരണമുണ്ടായിരുന്നു. താൻ ഈ വീട്ടിലോ ഈ രാജ്യത്തോ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് കൂടുതൽ അന്വേഷണം നടത്താൻ സാധിച്ചില്ല. പക്ഷേ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും അവനെ ഒഴിവാക്കിയില്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പോലീസ് തുടക്കത്തിൽ തന്നെ ഒരു വിചിത്രമായ കാര്യം കണ്ടു എന്ന് പറഞ്ഞല്ലോ. അത് ആ പ്രവേശന കവാടത്തിൽ പിക്സ് എന്ന രക്തത്തിൽ എഴുതിയിരുന്നു. പോലീസ് കരുതിയത് ഈ മരിച്ചവരിലൊക്കെ കൊലപാതകയ്ക്ക് വലിയ ദേഷ്യമുണ്ടായിരുന്നു. കൊലപാതകം ചെയ്തിട്ട് കൂടിയും അവന് സ്വയം നിയന്ത്രിക്കാനായില്ല, ദേഷ്യം അടക്കാനായില്ല. അതുകൊണ്ട് അവരുടെ രക്തത്തിൽ തന്നെ ഇങ്ങനെ എഴുതിയിട്ട് അവൻ രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ചു. ഇതിനു മുൻപ് നടന്ന മറ്റേതെങ്കിലും കൊലപാതക കേസിൽ ഇതുപോലുള്ള എഴുത്തുകൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കാൻ തുടങ്ങി. അതോടൊപ്പം 5 പേർ ഒരേ സമയം കൊല്ലപ്പെട്ടത് കാരണം ഈ സംഭവം ഒരാൾ മാത്രം ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്നും പോലീസ് മനസ്സിലാക്കി. പോലീസിന് കേസിൽ സൂചനകൾ കിട്ടുന്നതിന് മുൻപ് തന്നെ അടുത്ത ദിവസം ലോസ് ഏഞ്ചൽസിൽ മറ്റൊരു സ്ഥലത്ത് ക്രൂരമായൊരു കൊലപാതകം നടന്നു. ഓഗസ്റ്റ് മാസം 9 ഒരു വീട്ടിൽ കയറിയ കൊലയാളി ഉറങ്ങിക്കിടന്ന ദമ്പതികൾ 28 തവണ കത്തികൊണ്ട് കുത്തിക്കൊന്നു. അപ്പോൾ തുടർന്ന് 2 ദിവസമായി ബാക്ക് ടു ബാക്ക് കൊലപാതകങ്ങൾ നടക്കുന്നതിനാൽ അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഇത് വലിയ ഭീതിക്ക് കാരണമായി. പോലീസ് കൊലയാളിയെ കണ്ടെത്താൻ തീവ്രമായി തിരച്ചിൽ തുടങ്ങി. ഈ മരിച്ചവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ എല്ലാവരും സമ്പന്നരാണ്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം കവർച്ചയ്ക്ക് വേണ്ടി നടന്നതാകുമോ എന്ന കോണിലും അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ 2 വീടുകളിലും മോഷണം നടന്നതിന്റെ യാതൊരു തെളിവും ഇല്ല. 2 കൊലപാതകവും എല്ലാ വിധത്തിലും സമാനമാണെങ്കിലും രണ്ടാമത്തെ വീട്ടിൽ രക്തം കൊണ്ടൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് പോലീസ് ഈ 2 കേസിനെയും വ്യത്യസ്ത രീതിയിൽ അന്വേഷിച്ചു. പോലീസ് ഇങ്ങനെ 2 കേസുകളും സമാന്തരമായി വ്യത്യസ്ത രീതിയിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും 2 കേസിലും ഒരു സൂചന പോലും ലഭിച്ചില്ല. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മറ്റൊരു വഴിയിലൂടെ പുതിയൊരു സൂചന ലഭിച്ചു. സാധാരണ റോഡിൽ ഇങ്ങനെ വാഹന പരിശോധന നടത്തുമ്പോൾ ഒരു കാർ പരിശോധിച്ചപ്പോൾ അതൊരു മോഷ്ടിച്ച കാറാണെന്ന് മനസ്സിലായി. ആ സമയത്ത് ആ കാറിലുണ്ടായിരുന്ന സൂസൻ, പാട്രീഷ്യ, ലിൻഡ ഇവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട സമയത്ത് ഇവർ കൂടെ ഉണ്ടായിരുന്ന സെൽമേറ്റ്സിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു.
നിങ്ങൾക്ക് ഞങ്ങളെ അറിയാമോ? ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ സാധാരണ വ്യക്തികളൊന്നും അല്ല എന്ന് ഇവർ തന്നെ പറയാൻ തുടങ്ങി. ഇപ്പോൾ അടുത്തിടെ നടന്ന കൊലപാതകങ്ങൾ പോലും ഞങ്ങളാണ് ചെയ്തത് എന്ന് വളരെ അഭിമാനത്തോടു കൂടി സംസാരിക്കാൻ തുടങ്ങി. ഇക്കാര്യം നേരെ പോലീസിന്റെ കാതുകളിൽ എത്തി. പോലീസ് ഇപ്പോൾ ചിന്തിച്ചു, ഒരു മോഷണ കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്, പക്ഷെ ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർ കൊലപാതകം ചെയ്തു എന്ന്. അതുകൊണ്ട് തുടർന്ന് പോലീസ് ഇവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആരെയാണ് കൊന്നത്, എന്തിനാണ് കൊന്നത്, എന്തുകൊണ്ട് കൊന്നു, എങ്ങനെയാണ് കൊന്നത്, ഇങ്ങനെ പല ചോദ്യം. ഇതിനവർ നൽകിയ മറുപടി, ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ആരെയും കൊന്നിട്ടൊന്നുമില്ല, ഞങ്ങളുടെ ബോസിന്റെ ഓർഡർ പ്രകാരമാണ് ഞങ്ങൾ കൊന്നത് എന്ന്. ഇത് കേട്ടിട്ട് പോലീസിന് വിശ്വസിക്കാനേ സാധിച്ചില്ല. 3 പെൺകുട്ടികൾ ഇത്ര ക്രൂരമായ കൊലപാതകം ചെയ്തെന്നോ? വീണ്ടും ആ പെൺകുട്ടികളോട് ചോദിച്ചു, പറയൂ നിങ്ങളുടെ ലീഡർ ആരാണ്, അവൻ എവിടെയാണ് എന്ന്. ഇതിനവർ നൽകിയ മറുപടി, ഞങ്ങളുടെ ലീഡറുടെ പേര് ചാൾസ് മാൻസൺ എന്നാണ്, ഞങ്ങൾ എല്ലാവരും മാൻസൺ ഫാമിലിയിലെ അംഗങ്ങളാണ് എന്ന്. ഉടൻ തന്നെ പോലീസ് ഈ ചാൾസ് മാൻസണുള്ള സ്ഥലം കണ്ടെത്തി അവനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അവനോട് ചോദിച്ചു, നിങ്ങളാണോ ഈ കൊലപാതകങ്ങൾ ചെയ്യാൻ ഓർഡർ നൽകിയത് എന്ന്. അവൻ യാതൊരു സങ്കോചവും കൂടാതെ അതെ എന്ന് മറുപടി നൽകി. ഈ വാർത്ത ഉടൻ തന്നെ ന്യൂസ് ചാനലുകളിൽ ട്രെൻഡായി. ചാൾസ് തന്റെ ആളുകളെ വെച്ച്, പെൺകുട്ടികളെ വെച്ച് കൊലപാതകം ചെയ്യുന്ന ഒരു വ്യക്തി, അവൻ കാണാൻ ഭീതി ഉണർത്തുന്ന രൂപത്തിലായിരിക്കാം, അവൻ കാണാൻ ഇങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് ഇവനാണ് ഈ കില്ലേഴ്സിന്റെ ലീഡർ ചാൾസ് മാൻസൺ എന്ന് അനൗൺസ് ചെയ്തപ്പോൾ പബ്ലിക് റിയാക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയുന്നതിന് മുൻപ് ആദ്യം നിങ്ങൾ തന്നെ ഇവനെ ഒന്ന് കാണുക. പിന്നീടൊരു ഇന്റർവ്യൂവിൽ ആരാണ് നീ എന്ന് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടിയായിരുന്നു ഇത്. നിങ്ങൾ തന്നെ കാണുക. Were you happy when you found out you weren't going to go to the gas chamber, Charles? I knew I wasn't going to go to the gas chamber because I hadn't done anything wrong. Sometimes I feel I'm scared to live. Living is what scares me. Dying is easy. How long have I been in jail? 34 years. So I understand jail. So I understand myself and I can deal with that. I sit in my cell and I do my number like a convict does his number. But there's different colors on different people's backs doing different things. It's a different world. I love the world I live in too, just like Reagan loves the world he lives in. I don't know pain. I have no depth of pain. I have no depth of suffering. I don't know ridicule. I don't know all the bad things. I haven't been punished by you all my life since I was 10 years old. I've been in every reform school you got across the country and used to lay down and have to get my ass whipped till I couldn't walk. ഈ ഭ്രാന്തനെ പോലെ തോന്നിക്കുന്നവന്റെ കീഴിലാണോ ഈ പെൺകുട്ടികൾ ജോലി ചെയ്തത്? ഇവൻ പറഞ്ഞ കാര്യങ്ങളാണോ ഈ പെൺകുട്ടികൾ അനുസരിച്ചത്? ഇങ്ങനെ എല്ലാവരുടെയും മനസ്സിലൊരു സംശയം വരാൻ തുടങ്ങി. എന്നാൽ പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന ചാൾസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ട പോലീസ് തീർച്ചയായും ഇവൻ തന്നെയാണ് അവരുടെ ലീഡർ എന്ന് ഉറപ്പിച്ചു. പോലീസിന്റെ അന്വേഷണത്തിൽ അവന്റെ കൂടെ ആ 3 പെൺകുട്ടികൾ മാത്രം അല്ല, ചാൾസ് ഫാമിലിയിൽ 100 കണക്കിന് വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തു വന്നു. സത്യത്തിൽ ആ കുടുംബത്തിൽ കൂടുതലും 1-2 പുരുഷന്മാർ ഒഴികെ അവിടെ ഉണ്ടായിരുന്ന മറ്റെല്ലാവരും സ്ത്രീകളായിരുന്നു. ഇവരെല്ലാവരും പണത്തിന് വേണ്ടി ചാൾസിന് കീഴിൽ ജോലി ചെയ്യുന്നവരല്ല. ഇവർ ചാൾസിനു വേണ്ടി സ്വന്തം ജീവൻ പോലും കളയാൻ തയ്യാറായി നിൽക്കുന്നവരായിരുന്നു. അത്രയും അടിമകളായിരുന്നു. അതുപോലെ തന്നെ ജോലിയോ കൂലിയോ ഇല്ലാതെ വെറുതെ അലഞ്ഞു തിരിയുന്ന 100 പേരല്ല ചാൾസിന്റെ കീഴിൽ ജോലിക്ക് ചേർന്നത്. ഈ കൾട്ടിലുണ്ടായിരുന്ന എല്ലാവരും നല്ല വിദ്യാസമ്പന്നരാണ്, ഗവൺമെന്റിൽ ജോലി ചെയ്തിരുന്നവരാണ്, സമ്പന്നരാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇവരെല്ലാവരും ഈ ഭ്രാന്തന്റെ കൂടെ പോയത് എന്നൊരു കൂട്ടർ ചിന്തിക്കുമ്പോഴും നാം പല സീരിയൽ കില്ലേഴ്സിനെ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അവരിൽ നിന്നെല്ലാം ചാൾസ് വളരെ വ്യത്യസ്തനായിരുന്നു. ഈ വീഡിയോയിൽ കാണാൻ അവനൊരു ഭ്രാന്തനെ പോലെ തോന്നിയാലും ശരിക്കും അവൻ വളരെ ഷാർപ്പായ, ബ്രില്യൻ്റ് ആയ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊണ്ടത് വിശ്വസിക്കാൻ കഴിയുമോ? പ്രധാനമായും ബൈബിൾ തന്നെ മനപ്പാഠമാക്കിയ താൻ ജീസസുമായി ഡെയിലി സംസാരിക്കും എന്നവൻ പറഞ്ഞു. ഇവന് ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു ടാലന്റ് ഉണ്ടായിരുന്നു. ചില സിനിമകളിലൊക്കെ കണ്ണുകൾ കൊണ്ട് തന്നെ ചിലരെ ഇങ്ങനെ വശീകരിച്ചെടുക്കില്ലേ, അതുപോലെ ഇവനും സംസാരിച്ചുകൊണ്ട് തന്നെ ടീനേജേഴ്സ്, അഡൾട്ട്സിനെയൊക്കെ താൻ പറയുന്നത് എന്തും ചെയ്യിപ്പിക്കും. ഇത്തരമൊരു ചാൾസ് എന്ന വ്യക്തിയോട് പോലീസ് ചോദിച്ചു, നീയാണോ ഈ കൊലപാതകം ചെയ്യാൻ ഓർഡർ കൊടുത്തത് എന്ന് വീണ്ടും ചോദിച്ചു. അതിനവൻ, അതെ, ഞാൻ തന്നെയാണ് ചെയ്യാൻ പറഞ്ഞത്. സത്യത്തിൽ അത് ചിന്തിച്ച് എനിക്കൊരല്പം പോലും കുറ്റബോധം ഇല്ല. ഈ ഒരു സമൂഹം എനിക്കൊന്നും ചെയ്തിട്ടില്ല, ഒരു നല്ലതും ചെയ്തിട്ടില്ല. എന്നാൽ ഇവരെ കൊന്നതിലൂടെ ഞാൻ ഈ സൊസൈറ്റിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കൊല്ലാൻ പറഞ്ഞ ഈ എല്ലാവരും ജീവിക്കാൻ ഒരർഹതയും ഇല്ലാത്തവരാണ്. ദൈവത്തിന്റെ കണ്ണുകളിൽ ഇവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നും അയാൾ പറഞ്ഞു.
ഇപ്പൊ പോലീസ് വീണ്ടും ഇവനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഇവൻ ആരാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചു. 1934 നവംബർ മാസം 12 സ്കൂളിൽ പഠിക്കുന്ന ഒരു 16 വയസ്സുള്ള ചെറിയ പെൺകുട്ടിക്കാണ് ചാൾസ് ജനിച്ചത്. ഇവന്റെ അച്ഛൻ ആരാണെന്ന് ഇന്ന് പോലും അറിയില്ല. സത്യത്തിൽ ഇത് ചാൾസിന്റെ അമ്മയ്ക്ക് പോലും ഒരു വലിയ സംശയം തന്നെയാണെന്ന് പറയാം. സ്കൂളിൽ പോകുന്ന പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഗർഭിണിയായതുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും അവളെ വീട്ടിൽ നിന്നും പുറത്താക്കി. അങ്ങനെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് മാസങ്ങൾക്ക് ശേഷം ചാൾസ് ജനിച്ചു. അവൻ എന്ത് പേര് വെക്കണം എന്ന് നേഴ്സ് അമ്മയോട് ചോദിച്ചപ്പോൾ, നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു പേര് വെച്ചുകൊള്ളുക, അതിനു മുൻപ് ദയവ് ചെയ്ത് ഇവനെ എൻ്റെ മുൻപിൽ നിന്നും ഒന്ന് എടുത്തുകൊണ്ട് പോകാമോ എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് ഇവന് നോ നെയിം മാഡക്സ് എന്ന പേര് കൊടുത്തു. ഇനി പണത്തിന് വേണ്ടി എന്ത് ചെയ്യും, ജീവിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ആശയക്കുഴപ്പത്തിലായിരുന്ന ചാൾസിന്റെ അമ്മ മോഷ്ടിക്കുക, തെറ്റായ ജോലികൾക്ക് പോവുക, ഇങ്ങനെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. കൂടാതെ അവൾക്ക് മദ്യപാനം ഉണ്ടായിരുന്നു. അത് എത്രത്തോളമാണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം മദ്യപിക്കാൻ പണമില്ലാത്തത് കൊണ്ട് തൻ്റെ മകനായ ചാൾസിനെ തന്നെ അവൾ വിൽക്കാൻ ശ്രമിച്ചു. ഇതിനുശേഷമാണ് ചാൾസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നത്. അവൻ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ചെറിയ ചെറിയ മോഷണങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ പോലീസ് സ്റ്റേഷൻ, കോടതി ഇതൊക്കെ ഒരു ശീലമായി മാറി. ഇങ്ങനെ വളരും തോറും അവൻ്റെ അതിക്രമങ്ങൾ അധികമായി. തോക്കുപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം ചോദിക്കുക, പെൺകുട്ടികളോട് മോശമായി പെരുമാറുക, ഇങ്ങനെ അവൻ്റെ അതിക്രമങ്ങൾ വർദ്ധിച്ചു കൊണ്ടുവന്നു. പോരാത്തതിന് തനിക്ക് പുറകിൽ 2-3 പേരെ ചേർത്ത് ഒരു ഗ്രൂപ്പാക്കി മാറ്റി പതിയെ പതിയെ മറ്റൊരു ലോകത്തേക്ക് കടന്നു. ഇങ്ങനെ ഒരു 3 വർഷം 5 വർഷം പറഞ്ഞു വന്നാൽ അവൻ്റെ 32 വയസ്സിനുള്ളിൽ അവൻ എത്ര വട്ടം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് അവന് പോലും അറിയില്ല. ഇവൻ മൈനർ ആയിരിക്കുമ്പോൾ തന്നെ ഏകദേശം 11 വർഷം ജയിലിലായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അങ്ങനെ അവൻ ജയിലിലുണ്ടായിരുന്ന സമയത്ത് ബൈബിൾ, സയന്റോളജി, ഹൗ ടു റീഡ് പീപ്പിൾസ് മൈൻഡ്, ഇങ്ങനെ ഒരുപാട് ബുക്സ് വായിക്കാൻ തുടങ്ങി. പുറം ലോകത്തിൽ ജീവിക്കുന്ന ജീവിതത്തെക്കാളും അവന് റിലീസ് ചെയ്യാൻ പോകുന്നു എന്ന ന്യൂസ് കേട്ട ചാൾസ് അവിടെ ഉണ്ടായിരുന്ന വാർഡനോ ഈ ഒരു ജീവിതമാണ് നല്ലത് എന്നവൻ ചിന്തിച്ചു. അങ്ങനെ അവന് 32 വയസ്സുള്ളപ്പോൾ നല്ല നടത്തിപ്പ് കാരണം അവനെ റിലീസ് ചെയ്തു. അവന് റിലീസ് ചെയ്യാൻ പോകുന്നു എന്ന ന്യൂസ് കേട്ട ചാൾസ് അവിടെ ഉണ്ടായിരുന്ന വാർഡനോട് കാല് പിടിച്ചപേക്ഷിച്ചു, ദയവ് ചെയ്ത് എന്നെ പുറത്തേക്ക് വിടരുത് എന്ന്. പക്ഷെ അവൻ പുറത്തേക്ക് വന്നു. ഇനി താൻ എങ്ങനെ ജീവിക്കും, ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം തൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്. ഇതിനുശേഷം പണമില്ല എന്ന പേരിൽ ഒരിക്കലും മോഷ്ടിക്കാൻ പാടില്ല. താൻ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണം. അങ്ങനെ ജയിലിൽ വെച്ച് ഗിത്താർ വായിക്കാൻ പഠിച്ചതുകൊണ്ട് തന്നെ അവൻ തെരുവിൽ നിന്ന് ഗിത്താർ വായിക്കാൻ തുടങ്ങി. വെറുതെ വായിക്കുക മാത്രമല്ല, ഓൺ ലിറിക്സിലൂടെ പാട്ട് പാടാൻ തുടങ്ങി. അവൻ്റെ പാട്ടുകൾ അത്ര മനോഹരമായിരുന്നു, അതും അത്ര ആഴത്തിലുള്ള അർത്ഥമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇഷ്ടപ്പെട്ടതിൽ കൂടുതൽ പേരും ഒരു 16-30 വയസ്സിനുള്ളിലെ പെൺകുട്ടികളായിരുന്നു. നിങ്ങളുടെ പാട്ട് നന്നായിട്ടുണ്ട് എന്ന് പെൺകുട്ടികൾ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ ഒരു സംസാരം മാത്രം മതി. പിന്നെ ഈ പെൺകുട്ടികളെല്ലാം അവരുടെ വീട്, ബന്ധുക്കൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവൻ്റെ പുറകെ പോകും. കാരണം ഇവൻ അത്രത്തോളം അവരെ ബ്രെയിൻ വാഷ് ചെയ്യും. എങ്ങനെയാണ് ഇവനെ കൊണ്ട് മാത്രം അത് സാധിച്ചത്? മാത്രമല്ല ഇവൻ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞത്? ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലായത്. അതായത് ചാൾസിന് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അതും ജയിലുള്ളപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അതും അവൻ പ്രധാനമായി യൂസ് ചെയ്യുന്ന ഒരു ക്രൂരമായ ഡ്രഗ് ഉണ്ട്. അതിൻ്റെ പേര് തീർച്ചയായും ഞാൻ ഇവിടെ പറയില്ല. ആ ഒരു ഡ്രഗ് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് അവരുടെ ബ്രെയിൻ ഹാലൂസിനേഷൻ മോഡിലേക്ക് പോകും. അവർ കാണുന്നതെല്ലാം വളരെ വിചിത്രമായി തോന്നും. താൻ മാത്രമാണ് ശരിക്കുമുള്ള ലോകത്ത് ജീവിക്കുന്നത് പോലെയും മറ്റുള്ളവരെല്ലാവരും ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് പോലെയും തോന്നും. ഇവൻ ഇതിനകം തന്നെ തിയറി ഓഫ് മൈൻഡ്, സയന്റോളജി ഇവയെല്ലാം പഠിച്ചത് കൊണ്ട് തന്നെ ഡ്രഗ്സ് പ്ലസ് നോളജ് ഇവയെല്ലാം ഒരുമിച്ച് ചേർന്ന് പൂർണ്ണമായും ഒരു വിചിത്രമായ ക്രീച്ചറായി മാറാൻ തുടങ്ങി. ഇതിന്റെ ഫലമായാണ് തന്നിലേക്ക് വരുന്ന പെൺകുട്ടികളെല്ലാം വശീകരിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും അവർക്കും ഡ്രഗ്സ് കൊടുത്ത് തൻ്റെ കൂടെ തന്നെ കൊണ്ടുവരികയും ചെയ്യും. ഈ പെൺകുട്ടികളെല്ലാം എപ്പോഴും തൻ്റെ ചിന്തയ്ക്കുള്ളിൽ തന്നെ ആയിരിക്കണം, താൻ പറയുന്നത് മാത്രം കേൾക്കണം എന്ന് ചിന്തിച്ച ചാൾസ് വെറുതെ എന്തെങ്കിലുമൊക്കെ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെല്ലാവരുമാണ് യഥാർത്ഥ ക്രിസ്ത്യൻസ്, ബാക്കി എല്ലാവരും വെറുതെ പേരിന് വേണ്ടി മാത്രമാണ് ഇതിനെ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ അവരെ വിശ്വസിപ്പിച്ചു. പോരാത്തതിന് ഒരു ഘട്ടത്തിൽ ഞാനാണ് യേശു ക്രിസ്തു, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും ജനിച്ചത്, നിങ്ങളെല്ലാവരെയും ശരിയായ പാതയിലൂടെ ഞാൻ നടത്താൻ പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞവരെ വിശ്വസിപ്പിച്ചു. അതുപോലെ അവൻ്റെ പദ്ധതി അത് മറ്റൊന്നായിരുന്നു.
വെളുത്ത നിറത്തിലുള്ള കുറച്ചുപേരെ കൊല്ലണം, എന്നിട്ട് ആ കുറ്റം കറുത്ത വർഗ്ഗക്കാരിൽ ചുമത്തുക, അതുപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാരെയും കൊല്ലുക. അത് ചെയ്തത് വെളുത്ത വർഗ്ഗക്കാരാണെന്ന് പറയുക. ഇങ്ങനൊരു വർണ്ണവിവേചനം അവിടെ ഉണ്ടാക്കുക, വംശീയ വിപ്ലവം കൊണ്ടുവരിക. ഇതൊക്കെയായിരുന്നു അവൻ്റെ ഉദ്ദേശം. ഈ പദ്ധതി തുടങ്ങാൻ ആദ്യം ആരെ കൊല്ലാമെന്നവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം അവൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. നിനക്കൊന്നും ഏതൊരു കഴിവുമില്ല എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ഡയറക്ടർ. ആ മ്യൂസിക് ഡയറക്ടറുടെ അഡ്രസ് കണ്ടെത്തി ആ അഡ്രസ് തൻ്റെ അടിമയായ പെൺകുട്ടികൾക്ക് നൽകുന്നു. ഇതിലുള്ള എല്ലാവരെയും കൊല്ലണമെന്ന ഓർഡർ കൊടുക്കുന്നു. ഈ ഓർഡർ അനുസരിച്ചാണ് ഷാരൺ ടേറ്റ് ഓഗസ്റ്റ് മാസം 8-ാം തീയതി വളരെ ക്രൂരമായി കൊല്ലപ്പെട്ടത്. അതും ഒരു ഗർഭിണി സ്ത്രീയാണ് എന്ന് പോലും നോക്കാതെ അത്ര ക്രൂരമായി തന്നെ അവളെ കൊല്ലുന്നു. പക്ഷേ ഷാരോൺ ടേറ്റ് ആക്ട്രസ് അല്ലേ, അവളുടെ ഭർത്താവ് പോലും മ്യൂസിക് ഡയറക്ടർ അല്ലല്ലോ, അയാളൊരു മൂവി ഡയറക്ടർ ആണല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. ഞാൻ ഈ വീഡിയോയിൽ ആമുഖത്തിൽ പറഞ്ഞിരുന്നു, ഒരു ചെറിയ തെറ്റ് കാരണം ഷാരോൺ ടേറ്റിൻ്റെ ജീവിതം തന്നെ തലകീഴായി മാറിയെന്ന്. ആ ഒരു തെറ്റ് ചെയ്തത് ഷാരോൺ ടേറ്റ് അല്ല, ചാൾസ് ആണ്. അതെ, ആ മ്യൂസിക് ഡയറക്ടറുടെ അഡ്രസ്സ് ആണെന്നും പറഞ്ഞ് ചാൾസ് നൽകിയ അഡ്രസ്സിൽ ശരിക്കും ആ മ്യൂസിക് ഡയറക്ടർ ഇല്ലായിരുന്നു. നിർഭാഗ്യവശാൽ അവിടെ ഷാരോൺ ടേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അടിമയായ പെൺകുട്ടികൾ ഇവരിതൊന്നും ശ്രദ്ധിക്കാതെ അഡ്രസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും കൊന്നു. ഇവരെ കൊല്ലണമെന്നതാണ് നമുക്ക് വന്ന ഓർഡർ. അതനുസരിച്ചുകൊണ്ട് എല്ലാവരെയും ക്രൂരമായി കൊല്ലുകയും ആ വീടിൻ്റെ വാതിൽ ഷാരോന്റെ രക്തത്തിൽ തന്നെ പിക്സ് എന്ന് എഴുതി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അതുപോലെ തന്നെയാണ് അടുത്ത ദിവസവും മറ്റൊരു കപ്പിൾസിന്റെ വീട്ടിലേക്ക് കയറി ഉറങ്ങിക്കിടന്നിരുന്ന അവരെ പല തവണ കത്തികൊണ്ട് കുത്തിക്കൊന്നിട്ട് രക്ഷപ്പെട്ടു. ഇപ്പോൾ വെളുത്ത നിറത്തിലുള്ള കുറച്ചുപേരെ കൊന്നു, ഇനി അടുത്തത് കറുത്ത വർഗ്ഗക്കാരാണ്. അങ്ങനെ അതിൻ്റെ ഒരു പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മുഴുവൻ കൾട്ടും പോലീസിൽ അകപ്പെട്ടത്. ചാൾസും അവൻ്റെ അടിമ പെൺകുട്ടികളും 1969 സെപ്റ്റംബർ മാസം 20-ാം തീയതി കോടതിയിൽ ഹാജരായി. അങ്ങനെ ഹിയറിങ്ങിന് വേണ്ടി വന്ന ആ പെൺകുട്ടികൾ യാതൊരു പശ്ചാത്താപവും ഇല്ലാതെ ചിരിച്ചുകൊണ്ട് പാട്ടുപാടി പാർട്ടിയിൽ പങ്കെടുക്കുന്നത് പോലെയായിരുന്നു വന്നത്. അതുപോലെ തന്നെയാണ് ചാൾസും ചിരിച്ചുകൊണ്ട് എന്തോ ഒരു വലിയ കാര്യം ചെയ്തതുപോലെ, എന്തോ നേടിയതുപോലെ അഭിമാനത്തിലായിരുന്നു നിന്നത്. 1971 കോടതി ഇവർക്ക് മരണശിക്ഷ കൊടുത്തു. പക്ഷെ അതിനുശേഷം കാലിഫോർണിയയിൽ മരണശിക്ഷ നിരോധിച്ചതിനാൽ ഇവരുടെ ശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റി. അങ്ങനെ ജയിലിലുണ്ടായിരുന്ന സമയത്ത് 2017 ചാൾസിന് 83 വയസ്സുള്ളപ്പോൾ ജയിലിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചു. കുട്ടിക്കാലത്ത് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും കരുതലുമില്ലെങ്കിൽ കുട്ടികളുടെ ഭാവി എങ്ങനെയാകും, അവരെ വിശ്വസിച്ചിരിക്കുന്നവരുടെ ജീവിതം എങ്ങനെയാകും എന്നുള്ളതിന് ഈ ഒരു കേസ് തന്നെ നല്ലൊരു ഉദാഹരണമാണ്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനുമായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.